ഒരു കുഴപ്പമില്ല, കാണാമല്ലോ. ഇത്തവണ വിജയിപ്പിച്ചു. അതിൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവും. ഒരു വ്യക്തിക്കായിട്ടുണ്ടാകുമെന്നൊന്നും ഞാൻ പറയട്ടെ. പക്ഷേ തൃശ്ശൂർക്കാർക്ക് മുഴുവൻ അതിൻ്റെ ഗുണം എന്തായാലും കഴിഞ്ഞ 5 വർഷത്തെ പോലെ ആവില്ല, അതിന് മുമ്പത്തെ 5 വർഷത്തെ പോലെയേ ആവില്ല. അതെനിക്ക് ഉറപ്പ് പറയാനുണ്ട്. പിന്നെ ഈശ്വരൻ കടാക്ഷിച്ചാൽ, അനുഗ്രഹിച്ചാൽ വൻതോതിൽ കാര്യങ്ങൾ ചെയ്യാനാണ്. അത് സമൂഹത്തിന് മുഴുവൻ ഗുണമാകുന്ന വികസനത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, ക്ഷേമപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ചില തിരുത്തലുകൾ കേരളത്തിൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതല്ല കേരളത്തിൻ്റെ ഇപ്പോൾ ഗതിയിൽ എല്ലാവർക്കും സന്തോഷവും തൃപ്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല. എൻ്റെ അഭ്യർത്ഥന എൻ്റെ മനസ്സിലാക്കില്ല. തീർച്ചയായിട്ടും അതിനൊരു തിരുത്ത് നടത്താൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്തവണ കൈവിട്ട് കളയരുത്, എന്നെ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് തരണം. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും, അവരവരുടെ രാഷ്ട്രീയം അവരവരുടെ അവകാശമാണ്, അത് ഞാൻ മാനിക്കുകയും ചെയ്യും. പക്ഷേ ഒരു വോട്ടെന്ന് പറയുന്നത് രാഷ്ട്രീയം വളർത്താനാണ്, രാഷ്ട്രം വളർത്താനായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 രാഷ്ട്രീയങ്ങളും കഴിഞ്ഞ 5ഉം അതിനു മുമ്പത്തെ 5 വർഷം കൊണ്ടും നിങ്ങൾക്ക് തൃപ്തിയാണ് നൽകിയതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യാം. പറഞ്ഞ ഉറപ്പായിട്ടും മാറ്റമാണ് നിങ്ങൾക്ക് ആവശ്യം. ഇത് പോരായിരുന്നു എന്ന് എനിക്കല്ല ഒരാൾക്ക് വോട്ട് കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാം. വിജയിപ്പിക്കും. താങ്ക് യു. ഓർമ്മയുണ്ട് ഈ മുഖം. ഹലോ ഉറപ്പ് കേട്ടല്ലേ? നമ്മളെല്ലാവരോടും ഓക്കെ ഓക്കെ. ഒന്ന് മാറിക്കൊടുക്കും. കാണാത്തൊരു മുമ്പിലേക്ക് വരട്ടെ. വരും 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 വരൂ വരൂ മുമ്പിലേക്ക് വരും. അപ്പോ